നോക്കൂ വൈഗ, നിനക്കെല്ലാം അറിയാലോ. നീ തന്നെ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? വൈഗ, നീ ഇതേത് ലോകത്താ? ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ജിത്തേട്ടാ, നമുക്കൊരു ഡോക്ടറെ കാണിച്ചാലോ? ഓ, ഇനിയിപ്പോ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. നോക്കൂ വൈഗ, വീട്ടുകാരുടെ മുമ്പിൽ തന്നെ തലയുയർത്തി നടക്കാൻ ഇപ്പോ പറ്റുന്നില്ല. ഇനിയിപ്പോ ഡോക്ടറെ കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിലും തലയുയർത്താതെ നടക്കണം ഞാൻ? അതാണോ നിനക്ക് വേണ്ടത്? നോക്കൂ വൈഗ, ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയെല്ലാം നിന്റെ കയ്യിലാ. ജിത്തേട്ടാ, നോക്കൂ വൈഗ, എനിക്കൊരു കുഞ്ഞിനെ വേണം, എന്റെ രക്തത്തിലുള്ള എന്റെ കുഞ്ഞ്. നിനക്കതിന് കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛമ്മയും അത് തന്നെ പറയുന്നേ. അതുകൊണ്ടാ മറ്റൊരു വിവാഹം എന്ന ഒരു തീരുമാനം ഞാൻ എടുത്തത്. നിനക്ക് താമസിക്കാൻ മറ്റൊരു വീട് ഞാൻ എടുത്തു തരാം, കുറച്ച് മാറി. മാസത്തിൽ 1-2 തവണ ഞാൻ വരികയും ചെയ്യാം. അവിടെ നിനക്ക് ഒരു കുറവും ഉണ്ടാവത്തില്ല. ഇനി ഇതിന് നിനക്ക് സമ്മതമല്ലെങ്കിൽ അല്ലെങ്കിൽ പറ ജിത്തേട്ടാ. നീ ഇവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. ഇതിൽ ഏതാ നല്ലത് നിനക്ക് തീരുമാനിക്കാം. പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടോ ജിത്തേട്ടൻ? കാവേരി, അവളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ തീരുമാനത്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. കാവേരിയോ? അവളെ ഇതിന് സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെ എനിക്ക് എന്താ ഒരു കുറവ്? സമ്പത്തും സൗന്ദര്യവും ആവശ്യത്തിനുണ്ട്. പിന്നെ നിന്നെ കല്യാണം കഴിച്ചത് അതാവും എനിക്കുള്ള ആകെ ഒരു കുറവ്. അവള് തന്നെ പറഞ്ഞ് നിന്നെ ഈ വീട്ടിൽ നിന്നും മാറ്റി പാർപ്പിച്ചാൽ കല്യാണത്തിന് സമ്മതമാണെന്ന്. പിന്നെ വൈക, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്കൊരു മറുപടി കിട്ടണം. ഈശ്വരാ, എന്തൊരു പരീക്ഷണമാ! ഞാനാണോ ജിത്തേട്ടന്റെ ഒരേ ഒരു കുറവ്? നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാമാ എന്ന് പറഞ്ഞു നടന്നവനാ. ഈശ്വരാ, എന്തൊക്കെയാ കേൾക്കുന്നേ? അയ്യോ ഏട്ടത്തി. കാവേരി, താൻ പൊക്കോ. വൈക, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വൈകുന്നേരത്തിനുള്ളിൽ ഒരു തീരുമാനം പറയണമെന്ന്. നിന്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം അറിയിക്കാത്തതിൽ കാവേരിക്ക് നല്ല വിഷമമുണ്ട്. വൈക, അവളെന്താ ഒന്നും പറയാതെ പോയേ? അച്ഛാ. ആ മോളു വാ. അച്ഛന് എല്ലാം മനസ്സിലാവുന്നുണ്ട് കുട്ടി, പക്ഷേ ഒന്നും പറയാൻ കഴിയില്ല. അറിയാലോ, അമ്മയെ എതിർത്തുകൊണ്ട് ഒന്നും ഇവിടെ നടക്കത്തില്ല. നിനക്കറിയാലോ കാര്യങ്ങൾ. മോളെടുക്കുന്ന ഏത് തീരുമാനത്തിനും ഈ അച്ഛൻ കൂടെ ഉണ്ടാകും. ശരി അച്ഛാ. പാവം കുട്ടി ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലൊതുക്കിയാ ജീവിക്കുന്നേ. എന്തിനാ ഈശ്വര ആ കുട്ടിയെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഞാനിപ്പോ നിങ്ങളെല്ലാരും വിളിച്ചു കൂട്ടിയത് എന്തിനാന്ന് വെച്ചാ, അല്ല കാവേരി എന്തേ അവളെ കൂടെ വിളിക്കി? മോളെ കാവേരി വാ. ആ, അപ്പൊ ഇനി പറയാലേ? പറയാനൊന്നുമില്ല, ജിത്തുക്കുട്ടൻ എല്ലാം പറഞ്ഞില്ലേ വൈക? അത് പിന്നെ എനിക്ക് പറയാനുള്ളത്. ഓ, നിനക്കിനി എന്താ പറയാനുള്ളത്? ഡോക്ടറെ കാണിക്കുന്നതാണേ അത് ഇനി നടക്കത്തില്ല. ജിത്തുക്കുട്ടൻ ഇഷ്ടപ്പെട്ടതേ ഈ വീട്ടിൽ നടക്കൂ. അമ്മേ, അവക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയട്ടെ. വേണ്ട അച്ഛാ, എനിക്ക് വേണ്ടി അച്ഛൻ ആരെയും കാല് പിടിക്കേണ്ട. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ. ഞാൻ പൊക്കോളാം. എന്റെ താലി ഞാൻ കാവേരിയെ ഏൽപ്പിച്ച് പൊക്കോളാം. വൈക, നീ എന്താ പറഞ്ഞേ? അത് പിന്നെ ജിത്തേട്ടൻ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ എനിക്ക് മതി. ഞാൻ ഭാര്യ ആയിരിക്കെ മറ്റൊരു വിവാഹം അത് നടക്കത്തില്ല. ഞാൻ ജിത്തേട്ടന്റെ ഒന്നിനും ഒരു തടസ്സമാവുന്നില്ല. എന്നെ ഉപേക്ഷിക്കാതിരിക്കാമോ? അത് നടക്കത്തില്ലല്ലോ. അപ്പോ ഞാൻ പോയേക്കാം. ഓ, അപ്പൊ അതാണല്ലേ നിന്റെ തീരുമാനം? ആരെ കണ്ടിട്ടാടി ഈ അഹങ്കാരം? ആ, എന്തായാലും തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ. നാളെ തന്നെ ആ വക്കീലിനെ വിളിച്ച് വരാൻ പറയണം.